എല്ലാവർക്കും നമസ്കാരം. സുധീസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോമ്പോസിഷൻ ലിവി അണ്ടർ GST എന്നുള്ള ടോപ്പിക്കാണ്. സെക്ഷൻ 10-ലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്താണ് കോമ്പോസിഷൻ സ്കീം എന്നുള്ള കാര്യമാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോർമലായിട്ടൊരു സ്കീമുണ്ട്. GST രജിസ്ട്രേഷൻ അണ്ടറിൽ നോർമലായിട്ടൊരു സ്കീമുണ്ട്. അതുകൂടാതെ തന്നെ കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീം കൂടി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഈ സ്കീം എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ സ്കീമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇത് പ്രധാനമായിട്ടും നമ്മുടെ സ്മോൾ ടാക്സ് പേയേഴ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ സ്കീം എന്ന് നമുക്ക് നോക്കണ്ടേ? അപ്പം നമുക്ക് പോയി നോക്കാം. അപ്പോൾ എന്താണ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്? കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കീമുണ്ട്. ആ സ്കീം പ്രകാരം ഒരു കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ സപ്ലയേഴ്സിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു ത്രെഷോൾഡ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ലിമിറ്റിന് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സ്കീം ഓപ്റ്റ് ചെയ്യുന്നതിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സപ്ലയേഴ്സിന്, അതായത് എന്താ പറയുക, നമ്മുടെ GST രജിസ്റ്റേർഡ് പേഴ്സണ് എന്ത് ചെയ്യേണ്ടി വരില്ല. ഈ GSTയിലുള്ള കംപ്ലയിൻസ് നമ്മൾ സാധാരണയായിട്ട് GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സാധാരണ മന്ത്ലി ആയിട്ട് GSTR 1 അതേപോലെ GSTR 3B ഒക്കെ ഫയൽ ചെയ്യേണ്ടി വരും. 2 റിട്ടേൺസ് അങ്ങനെ ഒരു മാസം തന്നെ ഫയൽ ചെയ്യേണ്ടി വരും. അതുകൂടാതെ ആനുവൽ റിട്ടേൺ കാര്യങ്ങളൊക്കെ വേറെയും വരും. അപ്പോൾ ഇതുപോലെയുള്ള കംപ്ലയിൻസ് ഒക്കെ നമുക്ക് കുറച്ച് ഒഴിവാക്കാം. കംപ്ലയിൻസിനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അതേപോലെ ടാക്സ് ബേർഡൻ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കീം പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രെഷോൾഡ് ലിമിറ്റ്, ഗവൺമെൻറ് ത്രെഷോൾഡ് ലിമിറ്റ് പറയുന്നുണ്ട്. ആ ലിമിറ്റിനുള്ളിലാണ് ഉള്ളിലാണ് നമ്മുടെ ടേൺ ഓവർ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ത്രെഷോൾഡ് ലിമിറ്റിൻ്റെ കാര്യം, എന്താ നോക്കിയാലോ. ഇവിടെ നമ്മുടെ CMAയുടെ ടെക്സ്റ്റ് ബുക്കിൽ 101-ാമത്തെ പേജിൽ ത്രെഷോൾഡ് ലിമിറ്റ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കേസ് 1 നോക്കാം. സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് സർവീസസ്. എന്താണ് സപ്ലൈ ഓഫ് ഗുഡ്സും റെസ്റ്റോറൻറ്റ് സർവീസസും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണ് അത്. ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഉത്തരാഖണ്ഡ് എന്നീ പറയുന്ന ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലാണ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ ഓഫ് ഗുഡ്സോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സർവീസസോ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 75 ലക്ഷമാണ്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന സ്റ്റേറ്റുകളിൽ 75 ലക്ഷം രൂപ വരെ ടേൺ ഓവറുള്ള രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റും, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഈ നേരെ മറിച്ച് ഈ പറയുന്ന സ്റ്റേറ്റ് അല്ല, ഇന്ത്യയിൽ നമുക്ക് ഈ സ്റ്റേറ്റുകളും 8 സ്റ്റേറ്റ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ, ബാക്കിയുള്ള സ്റ്റേറ്റുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റുകളോ യൂണിയൻ ടെറിട്ടറി ആയാലോ അവർക്കുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 75 ലക്ഷമല്ല, മറിച്ച് എന്താണ്, 1.5 ലക്ഷം രൂപ വരെയാണ് എന്ത് പറയുന്നത്, ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1.5 ലക്ഷം വരെ എന്താണ് ത്രെഷോൾഡ് ലിമിറ്റുള്ള അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടി, 1.5 ലക്ഷം അല്ല കേട്ടോ, 1.5 കോടിയാണ്. 1.5 കോടി രൂപ വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് രണ്ടാമത്തെ ഒരു ഇത് പറയുന്നത് എന്താണ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ആർ അലൗഡ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസസ് വിത്ത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ റെസ്റ്റോറൻറ്റ് സർവീസ്. ഇപ്പോൾ മാനുഫാക്ചറേഴ്സ് ആണ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് ആണ്, സപ്ലൈ ഓഫ് സർവീസ് ചെയ്യുന്നുണ്ട്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ട്, രണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഇതിൽ ലിമിറ്റ് പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറയേണ്ടത് ഹയർ ഓഫ് ദി ഫോളോയിങ് ഈസ് അലൗഡ് 10% ഓഫ് ടേൺ ഓവർ ഇൻ ദി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇൻ ദി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ ഓർ 5 lakh വിച്ചെവർ ഈസ് ഹയർ എന്നാണ് പറയുന്നത്. ഈ രണ്ടെണ്ണത്തിൻ്റെ ഏതെങ്കിലും വിച്ചെവർ ഈസ് ഹയർ ആണ് എന്ത് ചെയ്യുന്നത്, ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് പറയുക, മാനുഫാക്ചറോ ട്രേഡർ അവർ എന്താണ് സപ്ലൈ ഓഫ് സർവീസസോ ഗുഡ്സോ ചെയ്യണം, രണ്ടും കൂടി ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് പറയുന്നത്, നമുക്കിതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു മാനുഫാക്ചറർ, അയാൾക്ക് 1 കോടിയാണ് ടേൺ ഓവർ എന്ന് വിചാരിക്കുക. ആ 1 കോടിയിൽ ഒരു 80 ലക്ഷം എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് സർവീസസ് ആണ്, 20 ലക്ഷം എന്ന് പറയുന്നത്
സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ 10% ഓഫ് ടേൺ ഓവർ നോക്കുക. 10% ഓഫ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടേൺ ഓവർ നമുക്ക് മൊത്തം 1 കോടിയാണ്. 1 കോടിയുടെ 10% പറഞ്ഞാൽ 10 ലക്ഷം അല്ലേ? ഓർ 5 ലാക്ക് വിച്ച് എവിടെ ഈസ് ഹയർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 10 ലാക്കാണോ? 10 ലാക്കും ഉണ്ട്, 5 ലാക്കും ഉണ്ട്. ഇതിൽ ഏതാണ് ഹയർ വരിക? 10 ലാക്കാണ് അല്ലേ? 10 ലാക്കാണ് ഹയർ വരുന്നത്. പക്ഷേ ഇവിടെ സപ്ലൈ ഓഫ് സർവീസിൻ്റെ എമൗണ്ട് എത്രയാണ്? 20 ലക്ഷമാണ് അല്ലേ? 20 ലക്ഷമാണ് സപ്ലൈ ഓഫ് സർവീസസ് എന്ന് പറയുന്നത്. സർവീസ് എന്ന് പറയുന്ന സർവീസിൻ്റെ എമൗണ്ട് ടേൺ ഓവർ എന്ന് പറയുന്നത് 20 ലക്ഷമാണ്. നമുക്ക് ത്രെഷോൾഡ് ലിമിറ്റ് പ്രകാരം നോക്കിയാൽ കിട്ടുന്ന എമൗണ്ട് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ശരിക്കും ബോർഡൊക്കെ കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ അത് എങ്ങനെയെങ്കിലും ടൈപ്പ് ചെയ്തിടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. കാരണം നമ്മുടെ ചെറിയ ചാനലാണ്, വലിയ ഫെസിലിറ്റീസൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാനുഫാക്ചറേഴ്സ് ട്രേഡേഴ്സിൻ്റെ കേസിലും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അടുത്ത എന്താ? സപ്ലയർ ഓഫ് സർവീസസ് അതർ ദാൻ റെസ്റ്റോറൻറ്റ് സർവീസസ്. ഇനി ഈ സർവീസ് അല്ല, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഗുഡ്സും സർവീസസും കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഇനി എന്ത് ചെയ്യാണ്? സർവീസസ് മാത്രമാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. എന്തല്ല, റെസ്റ്റോറൻറ്റ് സർവീസസ് അല്ല, സർവീസസ് മാത്രം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ സപ്ലയർ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് എത്രയാണ്? 50 ലക്ഷം രൂപ വരെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് ത്രെഷോൾഡ് ലിമിറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മാനുഫാക്ചറേഴ്സ്. ഇനി ഇതിൽ കുറച്ച് പേരെ എന്താണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. അതാരൊക്കെ നോക്കാം. ഇവരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് കോമ്പോസിഷൻ സ്കീം എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാരൊക്കെയാണ്? ഒന്ന്, ഫസ്റ്റ് മാനുഫാക്ചറർ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഐസ്ക്രീം ആൻഡ് അതർ എഡിബിൾ ഐസ്ക്രീം എന്തെങ്കിലും അങ്ങനെയുള്ള കൊക്കക്കോള ഐസ്ക്രീം എന്തെങ്കിലും സപ്ലൈ ചെയ്യുന്ന മാനുഫാക്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ പാൻ മസാല, ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതേപോലെ അക്രൈഡ് വാട്ടർ, ഫ്ലേ ആഷ് ബ്രിക്സ് ആൻഡ് ഫ്ലേ ആഷ് അഗ്രിഗേറ്റ് വിത്ത് 90% ഓർ മോർ ഫ്ലേ ആഷ് കണ്ടൻറ്റ്, ഫ്ലേ ആഷ് ബ്ലോക്സ്, അതേപോലെ ബ്രിക്സ് ആൻഡ് ഫോസിൽ മീൽസ്, ബിൽഡിംഗ് ബ്രിക്സ്, ഇതാണ് റൂഫിംഗ് ടൈൽസ്. ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറേഴ്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പേർക്ക് ആർക്കൊക്കെയാണ്? ഐസ്ക്രീം, അതേപോലെ എഡിബിൾ ഐസ്, പാൻ മസാല, ടൊബാക്കോ, മാനുഫാക്ചേർഡ് ടൊബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അക്രിയേറ്റഡ് വാട്ടർ, ഫ്ലൈ ആഷ് ബ്രിക്സ് ആൻഡ് ഫോസിൽ മീറ്റ്സ്, സിമിലർ സിലീഷ്യസ് എർത്ത്, ബിൽഡിംഗ് ബ്രിക്സ്, ഇതാണ് റൂഫിംഗ് ടൈൽസ്. ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന നമ്മുടെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനുഫാക്ചറേഴ്സിന് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ റേറ്റ് പറയുന്നുണ്ട്. എത്രയാണ് ഇതിൻ്റെ GSTയിൽ റേറ്റ് വരുന്നത്, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന സപ്ലയേഴ്സിന് വരുന്ന റേറ്റ് എത്രയാണെന്ന് പറയുന്നത്. അതൊരു കോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പേജ് നമ്പർ 102 ഏതൊക്കെയാണ്? ഫസ്റ്റ് കേസിൽ മാനുഫാക്ചറർ അതർ ദാൻ മാനുഫാക്ചറർ ഓഫ് ഐസ്ക്രീം, പാൻ മസാല, ടൊബാക്കോ, അഗ്രിഗേറ്റഡ് വാട്ടർ. അപ്പോൾ ഇത് പറഞ്ഞ സംഭവങ്ങൾ മാനുഫാക്ചറാണ്. അപ്പോൾ മാനുഫാക്ചറിൻ്റെ കേസിൽ എത്രയാണ്? 1% ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം, മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ആരാവരുത്? ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ ആളുകളാവരുത്. ഐസ്ക്രീം, പാൻ മസാല എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരാവരുത്. ബാക്കിയുള്ള നോർമൽ മാനുഫാക്ചറേഴ്സിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 1% ആണ്. 1% ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ CGST SGST വരുന്നത് എത്രയാണ്? 0.5% ആണ് വരിക. ഓക്കെ, അത് ട്രേഡേഴ്സ് വരുന്നുണ്ട്. ട്രേഡേഴ്സിന് എങ്ങനെ വരിക? ട്രേഡേഴ്സിന് 1% ആണ്. ഇതേപോലെ സെയിം ആണ്. അപ്പോൾ അവിടെ 0.5 ആണ്. CGST SGST അങ്ങനെയാണ് എന്ത് ചെയ്യുക, ടാക്സ് റേറ്റ് വരുന്നത്. റെസ്റ്റോറൻറ്റ് സർവീസസ്, ഇതേപോലെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എത്രയാണ്? അവർക്ക് 5% ആണ്. അവർക്ക് CGST റേറ്റ് 2.5ഉം SGST 2.5 ആണ് വരിക. അടുത്ത സർവീസസ് അതർ ദാൻ റെസ്റ്റോറൻറ്റ് സർവീസസ്. അങ്ങനെ അതർ ദാൻ റെസ്റ്റോറൻറ്റ് സർവീസസ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർവീസസ് മാത്രം കൊടുക്കുന്ന, എന്നാൽ റെസ്റ്റോറൻറ്റ് സർവീസസ് അല്ലാത്ത സർവീസ് പ്രൊവൈഡേഴ്സിന് എങ്ങനെയാണ് വരുന്നത്? 6% ആണ് വരുന്നത്. അത് എത്രയാണ്? 3% CGST, 3% SGST അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോമ്പോസിഷൻ സ്കീം പ്രകാരമുള്ള റേറ്റ് എന്ന് പറയുന്നത്. അത് റെസ്ട്രിക്ഷൻ ഓൺ ദി സപ്ലയർ ഓൺ ഗുഡ്സ് ഓർ റെസിഡൻറ്റ് സർവീസസ് ഓപ്റ്റിംഗ് ഫോർ കോമ്പോസിഷൻ സ്കീം. ഇപ്പോൾ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള
ഒരു സപ്ലൈയർക്ക് വരുന്ന റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഒരു കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തു എങ്കിൽ എനിക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് എന്താ, ഈസ് നോട്ട് എൻഗേജ്ഡ് ഇൻ ദി സപ്ലൈ ഓഫ് സർവീസസ് അപ് ടു സെർട്ടൈൻ ലിമിറ്റ് മെൻഷൻ ടേബിൾ. അതായത് എന്താ, സപ്ലൈ ഓഫ് സർവീസസ് ചെയ്യരുത്. എന്താണ് സെർട്ടൈൻ ലിമിറ്റ്, അതായത് ഇത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. റെസ്റ്റോറൻറ്റ് സർവീസസിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ ത്രെഷോൾഡ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടാവില്ലേ, ആ ത്രെഷോൾഡ് ലിമിറ്റിന് കൂടുതൽ എന്ത് ചെയ്യരുത്, സപ്ലൈ ചെയ്യരുത്, അല്ലെങ്കിൽ ആ ടേൺ ഓവർ കൂടിപ്പോകരുത് എന്നാണ് പറയുന്നത്. അടുത്ത്, ഹീസ് നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹു ആർ നോട്ട് ലെവിബിൾ ടു ടാക്സ് അണ്ടർ എക്സെംപ്റ്റഡ് സപ്ലൈ. എന്താണ് എക്സെംപ്റ്റഡ് സപ്ലൈസ് ചെയ്യുന്നത്, അതായത് GST പ്രകാരം എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്, ഇതൊന്നും സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാവരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ എന്താ, ഹീസ് നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് ഇൻ്റർ സ്റ്റേറ്റ് ഔട്ട്ബോർഡ് സപ്ലൈസ്. ഇൻ്റർ സ്റ്റേറ്റ്, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, ഇൻ്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഔട്ട്ബോർഡ് സപ്ലൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തുണ്ടാ, ഹീസ് നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള ഇ കൊമേഴ്സ് ഓപ്പറേറ്റിംഗ് സൈറ്റ്സ് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതേപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇതെന്താണ്, ഹീസ് നോട്ട് എ മാനുഫാക്ചർ നോട്ടിഫൈഡ് ഗുഡ്സ്. എന്താണ് നേരത്തെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഐറ്റംസ് പറഞ്ഞില്ല, ഐസ്ക്രീം, പാൻ മസാല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മാനുഫാക്ചറർ ആയിരിക്കാൻ പാടില്ല. ഓക്കെ, അടുത്തെന്താ, ഹീസ് നെയ്തർ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. എന്താവരുത്, കാഷ്വൽ ടാക്സബിൾ പേഴ്സണോ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണോ ആവരുത്. കാഷ്വൽ ടാക്സബിൾ പേഴ്സണെ കുറിച്ചൊക്കെ നമ്മൾ മുൻപ് പഠിച്ചതാണ്. എന്താണ്, സീസണലായിട്ട് രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് സീസണലായിട്ട് കുറച്ച് ബിസിനസ് നടത്തുന്നു, അത് കഴിഞ്ഞ് അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോകുന്നു, അങ്ങനെ അതിന് പർട്ടിക്കുലർ ടെമ്പററി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കാരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സണൊക്കെ ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, റെസ്ട്രിക്ഷൻ ഓൺ സപ്ലൈ ഓഫ് സർവീസസ് ഓപ്റ്റിംഗ് കോമ്പോസിഷൻ സ്കീം. ഇപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസ്ട്രിക്ഷൻ ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് സർവീസസ്. ഗുഡ്സും റെസ്റ്റോറൻറ്റ് സർവീസസും സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള റെസ്ട്രിക്ഷൻസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സർവീസസ് മാത്രം ചെയ്യുന്ന ആളുകൾക്കുള്ള റെസ്ട്രിക്ഷൻസ് ആണ്. ഓക്കെ, സർവീസസ് മാത്രം സപ്ലൈ ചെയ്യുന്ന സപ്ലൈയർക്കുള്ള റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സെക്ഷൻ 10 സബ്സെക്ഷൻ 2A ഇതിനെക്കുറിച്ച് പറയുന്നത്. അതേപോലെ പറഞ്ഞ നമ്മൾ കുറച്ച് കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, എന്താണ്, എക്സെംപ്റ്റഡ് ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതേപോലെ അതാണ് ഒന്നാമത്തെ പോയിന്റ് വരുന്നത്. അതേപോലെ രണ്ടാമത്തെ പോയിന്റ് അല്ല, ഹീസ് നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് ആൻഡ് ഇൻ്റർ സ്റ്റേറ്റ് ഔട്ട്ബോർഡ് സപ്ലൈസ്. ഇൻ്റർ സ്റ്റേറ്റ് ഔട്ട്ബോർഡ് സപ്ലൈസ് ചെയ്യാൻ പാടില്ല. അടുത്തത്, ഹീസ് നോട്ട് എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് എനി സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. അതേപോലെ ഇലക്ട്രോണിക് കൊമേഴ്സ് സൈറ്റ് ഓപ്പറേറ്റർ വഴിയുള്ള സർവീസസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്ന ആളാവരുത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഹീസ് നോട്ട് എ മാനുഫാക്ചർ ഓഫ് നോട്ടിഫൈഡ് ഗുഡ്സ്. നോട്ടിഫൈഡ് ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഗുഡ്സാണ് എന്ത് ചെയ്യാൻ, സെക്ഷൻ 70 അതിന് നോട്ടിഫൈഡ് ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റില്ല, നോട്ടിഫൈഡ് ഗുഡ്സിന് സപ്ലൈ ചെയ്യുന്ന ആളാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോട്ടിഫൈഡ് ഗുഡ്സിനെ കുറിച്ച് ഇവിടെ നേരത്തെ പഠിച്ചു. ഏതൊക്കെയാണ്, 70 നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഐറ്റംസ് ഒന്നും സപ്ലൈ ചെയ്യുന്ന ആളുകളാവരുത് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തത്, കാഷ്വൽ ടാക്സബിൾ പേഴ്സണോ അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണോ ആവരുത്. ഇതൊക്കെ സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. ഇവർക്കൊക്കെ വരുന്ന റെസ്ട്രിക്ഷൻസ്, അതായത് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത അവസ്ഥ, അവർക്കുള്ള റെസ്ട്രിക്ഷൻസാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസിലും സർവീസസിൻ്റെ കേസിലൊക്കെ സെയിം ആണ് കേട്ടോ, അതൊക്കെ സെയിം ആണ് പറയുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻസൊക്കെ ഒന്ന് വായിച്ച് വയ്ക്കുക, എന്തായാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞു, ലിമിറ്റ് കണക്കാക്കുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ ബേസിലാണെന്ന് പറഞ്ഞു. ഓക്കെ, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള ലിമിറ്റ് കണക്കാക്കുന്നത് എന്തിലാണ്, അഗ്രിഗേറ്റ് ടേൺ ഓവർ കണക്കാക്കിയിട്ടാണ്. അപ്പോൾ എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ, അത് മനസ്സിലാക്കണ്ടേ അല്ലേ? അപ്പോൾ അതെന്താ നോക്കാം. അഗ്രിഗേറ്റ് ടേൺ ഓവർ ആൻഡ് ടേൺ ഓവർ ഫോർ ദി പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ടാക്സ് റേറ്റ് കണക്കാക്കുന്നതിൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ പറയുക, ആൾ ടാക്സബിൾ സപ്ലൈസ്. എന്താണ്, ടാക്സബിൾ സപ്ലൈസ് എല്ലാം അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ വരും. രണ്ടാമത്തെ എന്താ, എക്സെംപ്റ്റ് സപ്ലൈസ്. എക്സെംപ്റ്റ് സപ്ലൈസസ് എന്ത് വരും, ഇതിൽ വരും.
അതേപോലെ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫ് ബോത്ത്, എന്താണ് ഗുഡ്സ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ഓഫ് പേഴ്സൺ ഹാവിങ് സെയിം പാൻ, എന്താണ് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ, അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം പാനുള്ള ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഗ്രിഗേറ്റ് ടേൺ ഓവർ കണക്കാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ കണക്കാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോസിഷൻ സ്കീം എന്താണ്, അതിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് എന്താണ്, റൈറ്റ് എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് എന്താ പറയുക കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, ഇനി അവർക്കുള്ള റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിലോ അല്ലെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.